ഒരിക്കലൊരു പള്ളിയിൽ വാശിയേറിയ ലേലം വിളി നടക്കുകയാണ്. വിശ്വാസികൾ കൊണ്ടുവന്ന ഓരോ സാധനങ്ങളാണ് ലേലം വിളിക്കുന്നത്. അതിൽ കപ്പയും കാച്ചിലും കലപ്പയും വരെയുണ്ട്. ആ ലേലം അങ്ങനെ വാശിയോടെ നടക്കുകയാണ്. അക്കൂട്ടത്തിൽ പൊട്ടിപ്പൊളഞ്ഞ ഒരു വയലിനും ആരോ കൊണ്ടുവന്ന് ലേലത്തിന് വെച്ചു. ലേലം വിളിക്കുന്നയാൾ ആ പൊട്ടിപ്പൊളഞ്ഞ ഉപയോഗശൂന്യമായ വയലിൽ ലേലത്തിന് വെച്ചു. ആദ്യം അദ്ദേഹം 2000 രൂപ പറഞ്ഞു, ആർക്കും വേണ്ട. അത് പിന്നെ 1000 ആർക്കും വേണ്ട. 500ഉം 100ഉമായിട്ടും ആരും അത് ലേലത്തിന് പിടിക്കാതിരുന്നപ്പോൾ ലേലം ചെയ്തയാള് ഇത് ആർക്കെങ്കിലും വെറുതെ വേണോന്ന് ചോദിച്ചു. ആൾക്കൂട്ടത്തിൽ നിന്ന് ആർക്കും വേണ്ട എന്നുള്ള ഉത്തരം കിട്ടിയപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് പ്രായമായ വൃദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ കയറി വന്ന് പറഞ്ഞു, ആർക്കും വേണ്ടെങ്കിൽ ആ വയലിൽ എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് സന്തോഷത്തോടെ വാങ്ങി അതിന്റെ പൊട്ടിപ്പൊളിഞ്ഞ അല്ലെങ്കിൽ പൊട്ടിയ കമ്പികളൊക്കെ വലിച്ചു കെട്ടി ശേഷമായിട്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ചില ടൂൾസ് ഒക്കെ എടുത്ത് അതിന്റെ കേടായ ഭാഗങ്ങളൊക്കെ നന്നാക്കി. എന്നിട്ട് അദ്ദേഹം ആ വയലിനൊന്ന് വായിച്ചു. ആ സുന്ദരമായ ആ മൃദുലമായ ആ കർണത്തിന് വളരെ സുഖകരമായ ശബ്ദവീചികൾ എല്ലാവരെയും ആ ശബ്ദത്തിലേക്ക് ആകർഷിക്കുവാനായിട്ട് ഇടയായി. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ വൃദ്ധരായ മനുഷ്യൻ വീണ്ടും ലേലം ചെയ്യുന്ന ആളുടെ കയ്യിൽ ഈ വയലിൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി താങ്കളൊന്ന് ലേലം ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ചിന്തിച്ചു, അല്പനേരം മുമ്പ് വരെ ആർക്കും വേണ്ടാതിരുന്ന ഈ വസ്തു ആരെങ്കിലും എടുക്കുമോ? അദ്ദേഹം 100 രൂപ പറഞ്ഞു. ആൾക്കാർ പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണം. അത് 500 ആയപ്പോഴും പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണം. അത് 1000 2000 കഴിഞ്ഞ സമയങ്ങളിൽ എത്ര മൂല്യം നഷ്ടപ്പെട്ടു പോയോ അതിന്റെ ഇരട്ടി മൂല്യത്തിന് ആൾക്കാർ അത് വാങ്ങുവാനിട്ടിടയായി. സത്യത്തിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ പൊട്ടിപ്പൊളിഞ്ഞ വയലിൻ അതിന്റെ ഉടയവന്റെ കയ്യിൽ ചെന്നപ്പോൾ അതിനെ നേരെയാക്കി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ തകർന്നിരിക്കുന്നവനാണ്, സമാധാനമില്ലാത്തയാളാണോ നിങ്ങൾ ഉടയവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. നിങ്ങളെ പണിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ആ കുശവന്റെ കയ്യിലിരുന്ന പാത്രം ചീത്തയായി പോയാൽ അതിനെ എറിഞ്ഞു കളയത്തില്ല, അത് മറ്റൊരു പാത്രമാക്കി തീർക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.